ഒരു പ്രോസസ്സിൽ ഇറങ്ങിത്തിരിക്കുമ്പോഴത്തേക്കും ഒരു സ്റ്റേജ് ചെയ്യുമ്പോഴത്തേക്കും ഈ അൺസർട്ടനിറ്റീസും പേടികളും അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും അവർ ചെയ്യും ഇതൊക്കെ അങ്ങ് മാറും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഫ്ലോയിൽ അങ്ങ് പോവുക. അപ്പൊ നമ്മള് ആരെടുത്ത് വേണമെങ്കിലും ഇത് ചോദിക്കാനുള്ള ഒരു ധൈര്യം വരും. ഡെസ്പിറേഷൻ ആയിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റീവ് സംഭവം നമുക്ക്. അപ്പൊ ഞാൻ രജിഷയെ കണ്ടപ്പോഴത്തേക്കും ഇത് ഐറ്റം ഡാൻസ് പറഞ്ഞു കഴിഞ്ഞാൽ രജിഷ അങ്ങനെയൊന്നും ഞാനൊന്നും ആലോചിച്ചു. ഞാൻ ഇതൊക്കെ ഉണ്ട്. ദിവ്യടുത്താണെങ്കിലും ഇല്ല എല്ലാവരുടെ പറഞ്ഞു. അപ്പം സുരേഷ് കൃഷ്ണ സാറിന്റെ അടുത്തൊക്കെ ആ ക്യാരക്ടർ പറയുന്നത് ട്രിക്കി ക്യാരക്ടറല്ലേ, എന്നിട്ട് ഞാൻ അത് അപ്പൊ നമുക്ക് അങ്ങനെ ആലോചിക്കും. ഞാനും വിഷ്ണുവും കൂടെ പോയാണ് നമ്മള് സുരേഷ് സാറിന്റെ അടുത്ത് ആ സാധനം പറഞ്ഞു. വിഷ്ണുവാണ് എനിക്ക് സുരേഷ് കൃഷ്ണ സാറിന് റൈഫിൾ ക്ലബ്ബിൽ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നതൊക്കെ. അപ്പൊ ഞാൻ കൂടുതൽ അതിന്റെ എനിക്ക് എന്തോ ദൈവം സഹായിച്ച ആ സമയത്ത് അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഓർമ്മ വരുന്നത്. പിന്നെ കുറെ നേരം കഴിഞ്ഞിട്ട് ഇപ്പം പാട്ടൊക്കെ ഇറങ്ങിയപ്പോഴാണ് എന്റെ പൊന്നെ ഇത്ര വലിയ ആഘാതമാണോ ഇതെന്നൊക്കെ ഞാൻ ആലോചിച്ചത് പാട്ടൊക്കെ ഇറങ്ങിയിട്ടാണ്. അതുവരെ ഞാൻ ഇത് ഒരാളെന്തോ പറഞ്ഞത് മാറി കുറച്ച് കഴിഞ്ഞപ്പോ. അപ്പൊ അങ്ങനെ കൂടുതൽ ചിന്തിക്കുന്ന ഒരു സ്പേസിലല്ല എനിക്ക് ദൈവം സഹായിച്ചത് അല്ല.